ക്യൂട്ടീസ് വീണ്ടും ഒരു വലിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലേ കൊണ്ട് കുറച്ച് കളി നടത്താൻ പോവാണ്. അതിനോട് ഞാൻ പണ്ട് കുറേ നാളായി മേടിച്ച് വെച്ച ക്ലേ ആണ്. ഇന്നാണ് അത് കേക്ക് പോലെ കണ്ടിച്ചെടുക്കുന്നത്. ഇതിനെ ഞാൻ എൻ്റെ കട്ടിങ് മാറ്റിൻ്റെ മുകളിൽ ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മുഴുവൻ ചീത്തയാവും. ഇനി ഉരുട്ടാൻ വേണ്ടി നമ്മൾ ചപ്പാത്തി പോലെക്ക് പകരം നമ്മളൊരു പെർഫ്യൂമിൻ്റെ കുപ്പിയും കുറച്ച് പൗഡർ ഇട്ട് നമ്മൾ ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് എന്തുവാണെന്നറിയാമോ? പറ. ഒരു കോസ്റ്ററുടെ പണ്ട് അറിയത്തില്ല, ചൂടുവെള്ളമൊക്കെ നമ്മൾ കപ്പിനകത്ത് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ഇത് വെക്കാൻ ഒരു സ്ഥലമില്ലാത്തപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ചെറിയ മാറ്റ് പോലെ സീസ് അത് നമ്മളിപ്പം ക്ലേ കൊണ്ട് ഒരു കോസ്റ്റർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വാലൻറ്റൈൻ തീമൻസ് പോലെ നമ്മളൊരു ക്ലേ കൊണ്ടാണ് ഹാർട്ട് ഷേപ്പിൽ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വേറെ സാധനം ഉണ്ടാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്, ഒരു ബോ തീമിലുള്ള ഫോട്ടോ ഫ്രെയിം. അതിനെ ഞാൻ പരത്തിയെടുത്ത് ഒരു ബോർഡ് ഷേപ്പ് ആക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ബോർഡ് ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇത് രണ്ടെണ്ണത്തിന് ഉണക്കാൻ വെക്കണം കേട്ടോ. ഉണങ്ങിയില്ലെങ്കിൽ അത് പെട്ടെന്ന് പിന്നെ ചിലപ്പം അതിൻ്റെ സൈഡുകളൊക്കെ നമുക്ക് മിനുസാക്കാണ്ട് ഇച്ചിരി വെള്ളം വെച്ച് ഇങ്ങനെ കൈകൊണ്ട് മിനുസിയെടുത്തിയാൽ അത് മിനുസായിക്കോട്ടോ. അപ്പോൾ നമ്മൾ ബോർഡ് എല്ലാ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പൊടിയും പിടിയും വിളയിക്കാൻ വേണ്ടിയാണ് ഞാൻ പേപ്പറും ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടത് കേട്ടോ. അപ്പം അഥവാ പരത്തണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പേപ്പറല്ല പൗഡർ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പരത്തി നമ്മുടെ ബോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോ വെക്കുന്ന ഈ ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഫോട്ടോ വെക്കുന്ന സ്ഥലം വേണം. അത് നമ്മൾ ഈ സാധനം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കത്തി വെച്ച് കണ്ടിച്ച് തോള ഉണ്ടാക്കി വെച്ചിരിക്കുക. കാരണം അല്ലേ പിന്നെ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കണ്ടിക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം കണ്ടിച്ചു. ഇനി നമ്മൾ ഈ രണ്ടെണ്ണത്തിന് എല്ലാത്തിനും ഉണക്കാം. വേറൊരു സാധനം കൂടെ ഒരു ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ് നടത്തിയായിരുന്നു. അതിപ്പോൾ കാണിക്കുന്നില്ല. ഒരു വലിയ വാട്ടർമെലൻ്റെ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫെയിലായിപ്പോയി. അപ്പം നമ്മുടെ ഈ കോസ്റ്റർ ഒരുപതിരി ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടെണ്ണത്തിൽ നാലൊരു വൈറ്റ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്സും അടിക്കാം. ഇനി നമ്മൾ ആദ്യം നമ്മുടെ ബോ ഉള്ള ഫോട്ടോ ഫ്രെയിമിനെ ഞാനൊരു പിങ്ക് കളർ അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് പിങ്കോ റെഡോ എന്താണ് പിങ്കാണെന്നൊക്കെ ലൈറ്റ് അടിച്ചാൽ മതിയാന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം ഇതും കൂടെ അടിച്ചു. അപ്പോൾ നമ്മുടെ ബോ കൊണ്ടുള്ള ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഫോട്ടോ ഒന്ന് വെച്ച് നോക്കാം. വലിയ ഫോട്ടോ ചെറിയ ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു ഫോട്ടോ അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ചെറിയ ഫോട്ടോ വലിയ ഫോട്ടോ ഒക്കെ വെക്കാം. നമ്മുടെ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി നമ്മൾക്ക് വെക്കാനുള്ള സാധനം നമ്മുടെ ഉണങ്ങിയിരിക്കുന്ന നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ. അവനെ നമുക്ക് ഇനി കോസ്റ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ ഒരു കുറച്ച് കോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെക്ക് ഷേപ്പിൽ കോളം കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു അതിന് ഞാൻ പിങ്ക് കളറിൽ പിങ്ക് ആൻഡ് വൈറ്റ് തീമിൽ വൈറ്റ് ഓൾറെഡി അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ കോളം വെട്ട് നമ്മളിങ്ങനെ പിങ്ക് കളർ അടിച്ചടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇത് നല്ല സൂപ്പറുണ്ട്. ഒരു ചെക്ക് ടൈപ്പിൽ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ചൂടുവെള്ളമൊക്കെ വെച്ച് നോക്കാം. ചൂടുവെള്ളമോ തണുത്ത വെള്ളം എന്തായാലും വെള്ളം വീഴാതിരിക്കാൻ ഒരു കപ്പ് വെച്ചപ്പരെ പങ്കുവെള്ളം കൊണ്ടുവന്ന് നമ്മൾ കപ്പ് മോളി വെച്ച് നോക്കി. ഈ കപ്പ് ഇഷ്ടപ്പെട്ടോ? അത് വേറൊരു കപ്പ് കൂടി വെച്ച് നോക്കാമെന്ന് വെച്ചൊരു മഞ്ഞ കപ്പ് കൂടി ഞാൻ അതിന് മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് ഇതിനൊരു വേറൊരു കളർ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇത് പ്ലെയിനാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളക്കുളത്തിൽ ഒരു മഞ്ഞ കളർ അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വെള്ളയും വരിക മഞ്ഞയും എന്താ പറയുന്നത് നമ്മുടെ ചുവപ്പും കൂടി ചേർന്ന് വേറെ കോസ്റ്റർ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കോസ്റ്റാണോ മറ്റേ വെള്ള കോസ്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ഫോട്ടോ തീമും നമ്മുടെ ഇതും രണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ കേട്ടോ. ബൈ.